ടാലന്റ് ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള കായല്ലമ്മു നേവേഞ്ചിഞ്ചു തന്തിന്റെ ചെവി. ഇതിന്റെ അർത്ഥം എന്താ വരുന്നത്? മുളക്കൂമ്പും നേവേഞ്ചിയും തന്നിരുന്ന രുചിയാണ്. ഓക്കെ, കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇലക്കറികൾ, പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളക്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ്. മുള പൂക്കുന്ന സമയമുണ്ട്. അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും. എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം. അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നും കൂടി വേവിച്ച് കഴിക്കാം. പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല. അവർ മൃഗങ്ങളുടെ നെയ്യിലായി വേവിച്ച മുളക്കൂമ്പ് താളിക്കുന്നത്. നെവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത്. നെവേഞ്ചി വർഷത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. പല വലുപ്പത്തിലും ഉണ്ടാവും. വേനൽക്കാലത്താണ് ഇത് കിട്ടുന്നത്. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിൽ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല. എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ കാട്ടിൽ പോവും. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും. തോടിലുള്ള കറകളൊക്കെ പോണം. ഉള്ളിലെ ഇറച്ചി വെന്താലേ കൂടെ ഞണ്ട് ചേർക്കും. ചിലർ പരങ്ങക്കായി പപ്പായ ചേർക്കും. ചക്കരക്കായ് ചേർത്താലും സ്വാദാണ്. ഈ നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും. അത് പൊട്ടിച്ചു കളയണം. മുളക് പൊടി, ചെമ്പരവിത്ത് അരച്ചത് അഥവാ മല്ലിപ്പൊടി അതൊക്കെ ഇടണം. നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം. വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം. ചോറിൻ്റെ കൂടെയല്ലാതെ വെറുതെയും കഴിക്കാം. ഇത് സുകുമാരൻ ചാലിങ്കന്തയുടെ ബേത്തിമാരൻ എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. നെവേഞ്ചി ഉണ്ടാക്കുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഒരു ചിത്രത്തിൽ നമുക്ക് അവർ നെവേഞ്ചി അല്ലേ, എല്ലാവരും സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യത്യാസമില്ല, എല്ലാവരും ചേർന്ന് നെവേഞ്ചി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്കിതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ നോക്കാം, വായിക്കാം, പറയാം. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം? ഭക്ഷണ വിഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്കറികൾ, പിന്നെ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളക്കൂമ്പ് ഇതൊക്കെ എന്താണ് ഭക്ഷണ വിഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നെവേഞ്ചിയെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, മുളക്കൂമ്പിലെ കട്ട് പോക്കാൻ എന്താണ് ചെയ്യുന്നത്? മുളക്കൂമ്പ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് തിരുമ്മി വെക്കണം. അതിനുശേഷം അതിലെ വെള്ളം നന്നായി പിഴിഞ്ഞു കഴിഞ്ഞാൽ മുളക്കൂമ്പിലെ കട്ട് അഥവാ കയ്പ് മാറി വരും. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പം ആരും ഉണ്ടാവില്ല. എന്താണ് കാരണം? വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ പിടിക്കാൻ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും അടക്കം ഊരിലുള്ള എല്ലാവരും കാട്ടിലെ തോടുകളിലേക്കും പുഴകളിലേക്കും പോകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ഊരിൽ ആരും ഉണ്ടാവാത്തത്. അടുത്ത ചോദ്യം, നെവേഞ്ചി പെറുക്കുന്നതിലെ പ്രത്യേകത എന്ത്? നെവേഞ്ചി പെറുക്കാൻ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ല. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ചിറങ്ങി വെള്ളത്തിൽ പരതിയാണ് ഈ മീൻ പിടിക്കുന്നത്. നെവേഞ്ചിയുടെ തോടിലെ കറ പോകാൻ എന്താണ് ചെയ്യുന്നത്? നെവേഞ്ചി മീനിന്റെ പുറകുവശത്ത് നീണ്ടു നിൽക്കുന്ന ഭാഗം തോട് മുള്ള് പൊളിച്ചു കളയുന്നതിലൂടെയാണ് അതിന്റെ കറയും അഴുക്കും മാറ്റുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, നെവേഞ്ചിയുടെ രുചി. നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലിങ്കന്ത വിവരിച്ചിട്ടുണ്ട്. ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കൂ. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ശേഖരണവും അതുപോലെ തന്നെ പാകം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ കാട്ടിലെ തോടുകളിൽ നിന്നാണ് നെവേഞ്ചി മീൻ ശേഖരിക്കുന്നത്. ഊരിലെ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് ഇറങ്ങിയാണ് വെള്ളത്തിൽ നിന്ന് ഈ മീൻ പരതി പെറുക്കിയെടുക്കുന്നത്. പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം മീനിന്റെ പുറകുവശത്ത് നീളമുള്ള മുള്ള അഥവാ തോട് കറയും കളഞ്ഞ് വൃത്തിയാക്കുന്നു. ഇതിലേക്ക് ചിലർ ഞണ്ട്, പപ്പായ, ചക്കരക്കായ എന്നിവയും ചേർക്കാറുണ്ട്. നന്നായി എരിവുണ്ടാകാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നു. മീൻ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് ഇളക്കുന്നു. ചൂടാറുന്നതിന് മുൻപ് തന്നെ ചോറിനൊപ്പമോ അല്ലെങ്കിലോ വെറുതെയോ അത് കഴിക്കാവുന്നതാണ്.
അടുത്ത നമ്മുടെ പ്രവർത്തനമാണ് ഹായ് എന്ത് രുചി. ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തശ്ശന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തൂ. ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ. അപ്പം നമ്മുടെ നാട്ടിലെ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടി മുത്തശ്ശിമാരോടോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോടൊക്കെ മുതിർന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം നമ്മളോട് ആ ഒരു ചോദ്യാവലി തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്തൊരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കുക. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുക അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് മുതിർന്നവരോട് ചോദിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ നാടിൻ്റെ തനതായ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങൾ ഏതൊക്കെയാണ്? മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്ന വിഭവം ഏതായിരുന്നു? പണ്ടുകാലത്ത് വിശേഷ ദിവസങ്ങളിൽ മാത്രം തയ്യാറാക്കിയിരുന്ന പ്രത്യേക പലഹാരങ്ങൾ ഏതൊക്കെയാണ്? ഈ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കൂട്ടുകളും അവ ഉണ്ടാക്കുന്ന രീതികളും എങ്ങനെയെല്ലാമാണ്? അഞ്ചാമത്തെ ചോദ്യം, ഇന്നത്തെ ഭക്ഷണ രീതിയും പണ്ടത്തെ ഭക്ഷണ രീതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇനി നമ്മളോട് പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് അഭിമുഖത്തിൽ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. അതനുസരിച്ച് പതിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനൊരു തലക്കെട്ട് വേണം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടുരുചികൾ, അമ്മൂമ്മയുടെ അടുക്കള രഹസ്യങ്ങൾ, പിന്നെ നമ്മൾ ഏത് വിഭവത്തിനെ കുറിച്ചാണ് എഴുതുന്നത് അതിൻ്റെ പേര് എഴുതുക. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു രുചിക്കൂട്ട് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണോ അതൊക്കെ എഴുതുക. പിന്നെ അത് തയ്യാറാക്കുന്ന വിധം എഴുതുക. പിന്നെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതുക. ഇങ്ങനെ നിങ്ങളെ ക്ലാസ്സിലുള്ള ഓരോരുത്തരും ചെയ്യുക. അപ്പോൾ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കിട്ടും അല്ലെ, ഒരുപാട് പേജുകളുണ്ടാകും. അതെല്ലാം കൂട്ടി ഒരു അതിന് നല്ല തലക്കെട്ട് ബുക്കിന് എഴുതി നാട്ടുപതിപ്പ് എന്ന് പറഞ്ഞ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആൽബം രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതായത് ചെറിയ പുസ്തകങ്ങളായോ ആൽബം രൂപത്തിലോ ആണ് നമ്മളിത് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഓരോരുത്തരും ഒരു A4 ഷീറ്റിലെങ്കിലും ഇത് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും പേജുകൾ ചേർത്ത് നമ്മളൊരു ആൽബം പോലെ ആക്കും. അതാണ് നമ്മൾ പതിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് വളരെ ചെറിയ പാഠമാണ്. നമുക്ക് 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നുപോയി അതിൻ്റെ ഉത്തരങ്ങൾ നോക്കി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്